എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തുകാവും. എല്ലാ പീരങ്കികളും നിശബ്ദമായി തുരുമ്പിക്കും. എല്ലാ സുൽത്താൻമാരും വെളിച്ചം കടക്കാത്ത ഗുഹയിലൂടെ ഒളിച്ചോടും. നമ്മളെയാണല്ലോ മച്ചമ്പി. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഉറക്കച്ചടവില്ലാത്ത എന്റെ കുട്ടികൾ ഇവയെല്ലാം കൗതുകപൂർവ്വം നോക്കിക്കാണും. കവി കടമ്മനീട്ടയുടെ വരികളാണ് സർ. സർ, ഏതു തരംഗം വന്നാലും ഇടതുപക്ഷം തോൽക്കാത്ത 55-ലധികം നിയമസഭാ മണ്ഡലങ്ങൾ 2008 ഡീലിമിറ്റേഷനു ശേഷം ഉണ്ടായി എന്ന വീരവാദം ഇടതുപക്ഷത്തു നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം കേട്ടിരുന്നു. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. LDFന് ഭരണം ലഭിക്കാൻ 55 കോട്ടകളോടൊപ്പം കേവലം 16 സീറ്റുകൾ മാത്രം ജയിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ അഭിപ്രായം. എന്നാൽ ഇന്ന് LDFന്റെ എല്ലാ കോട്ടകൊത്തളങ്ങളും പുരാവസ്തു ആയിരിക്കുകയാണ് സർ. പിന്നെ നിങ്ങളെ കൊണ്ട് ഒരു ചുക്കും നടക്കില്ലെന്ന് അവർ പറഞ്ഞു. നിങ്ങളൊരു പോകാനായിട്ട് ഒരു കാണണം. കോട്ടകൾ നെടുകെ പിളർന്നു. അതിനുള്ളിലേക്ക് വികസനത്തിന്റെ വായുവും വെളിച്ചവും എത്തി. അതുമായിട്ട് എനിക്ക് ഇട്ടൊന്ന് വെച്ചതാണല്ലോ. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. സർ, സെൽഫി എടുക്കാൻ വരുന്ന ചെറുപ്പക്കാരെ തട്ടി ഓടിക്കുന്ന മുഖ്യമന്ത്രിയെ പ്രതിപക്ഷത്തിരുത്തി ആ കസേരയിൽ ഒരു പൂക്കി മുഖ്യമന്ത്രിയെ കൊണ്ടുവന്ന ഡിജിറ്റൽ സാക്ഷരതയുടെ മനുഷ്യരാണ് സർ നമ്മുടെ നാട്ടിലുള്ളത്. സർ, ദീർഘവീക്ഷണത്തോടെ യാതൊരു പുതിയ നികുതിയും സാധാരണക്കാരന്റെ മേൽ അടിച്ചേൽപ്പിക്കാത്ത ഒരു ബജറ്റാണ് ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഈ സഭയിൽ അവതരിപ്പിച്ചത്. കേരളത്തിന്റെ തീരദേശത്തെയും സമുദ്രത്തെയും ഉപയോഗപ്പെടുത്തി കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് വെക്കാൻ വിവിധ പദ്ധതികളിലൂടെ ഈ ബഡ്ജറ്റിന് സാധിച്ചിട്ടുണ്ട്. സർവ്വ മേഖലയിലും ഭരണമാറ്റത്തിന്റെ ഉണർവ് പ്രകടമാണ്. ഓപ്പറേഷൻ തൂഫാൻ അതിനൊരു ഉദാഹരണമാണ്. ഇതിനോടകം ആളുകൾ ചോദിക്കുകയാണ്, എവിടെയാണ് നമ്മളുടെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളുടെ ആഭ്യന്തരമന്ത്രി എവിടെയായിരുന്നു എന്ന്, അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു എന്ന് സോഷ്യൽ മീഡിയയിലെ കഴിഞ്ഞ 10 വർഷത്തെ കുറിച്ച് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ നാട്ടിക്കരുത്. നാട്ടിക്കില്ല, ആകെ നാറിയിരിക്കില്ല.